നമസ്തേ. നമസ്തേ. ഡ്രീം 720 എത്താൻ 40 ദിവസങ്ങൾ. എനിക്ക് തോന്നുന്നു ജൂൺ മുതൽ നമ്മൾ തിയറി ക്ലാസ്സുകളിലൂടെയും അതുപോലെ മോഡൽ എക്സാമുകളിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ദിവസേന എഴുതേണ്ട പരീക്ഷകളെക്കുറിച്ചും പഠിക്കേണ്ട പാഠഭാഗങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി 40 ദിവസങ്ങൾ ഫുൾ മോഡലുകൾ, എന്നും 2 ദിവസം കൂടുമ്പോൾ മോഡലുകൾ, അതിന് 83ഓളം ചാപ്റ്ററുകൾ. എന്താണ് ചെയ്യേണ്ടത്? ഈ അവസാനത്തെ 40 ദിവസം ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ് എല്ലാ കുട്ടികളും ചോദിക്കുന്നത്. അതാവട്ടെ ഇന്നത്തെ ആദ്യം നമുക്ക് ടീച്ചറോട് ചോദിച്ച് മനസ്സിലാക്കേണ്ടത്. 720 എത്താൻ ഒരു കുട്ടിയുടെ അയാൾ ആർജിച്ച കഴിവിനനുസരിച്ചുള്ള ഏറ്റവും മാക്സിമം ഒരു പോയിന്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇനിയുള്ള 40 ദിവസങ്ങളെ എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത്? 2-3 ദിവസങ്ങൾക്കിടയിൽ വരുന്ന ഫുൾ മോഡലുകളെ എങ്ങനെ ആ കുട്ടിക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും? ഫുൾ മോഡൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും അവർ വീട്ടിലിരുന്നു അതുപോലെ പ്രാക്ടീസിന് ഫുൾ മോഡൽ വരുന്ന അല്ലെങ്കിൽ ഫുൾ ടോപ്പിക്സ് വരുന്ന ക്വസ്റ്റ്യനുകൾ എടുത്ത് വേണം പ്രാക്ടീസ് ചെയ്യാനും. ഇനിയിപ്പോൾ എന്തായാലും ഈ പറയുന്ന പോലെ എനിക്ക് ഫുൾ ടോപ്പിക്ക് വായിച്ച് തീർക്കാൻ പറ്റുമോ, ഫിസിക്സ് ഫുൾ വായിക്കാൻ പറ്റുമോ, കെമിസ്ട്രി ഫുൾ വായിക്കാൻ പറ്റുമോ, ബയോളജി ഫുൾ വായിക്കാൻ പറ്റുമോ, ഇതൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട. നിങ്ങൾക്ക് എന്തായാലും എല്ലാ യൂണിറ്റുകളും നീറ്റിനുണ്ട്. അതുപോലെ എല്ലാ യൂണിറ്റുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മോഡൽ എക്സാമാണ്, നീറ്റ് മോഡൽ എക്സാമുകളാണ് നമ്മളും നടത്തുന്നത്. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോഴും കഴിഞ്ഞ വർഷങ്ങളിൽ എനിക്ക് തോന്നുന്നു സാർ നമ്മുടെ ലൈബ്രറിയിൽ 95 തൊട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണ്. ബെർലിന് തന്നെ ഓരോ വർഷവും ഇട്ട മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബുക്ക്, നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ചുള്ള പുസ്തകങ്ങൾ സെലക്ട് ചെയ്യാൻ അത്യാവശ്യം നല്ല ലൈബ്രറി ഫെസിലിറ്റിയും നമുക്കുള്ളതാണ്. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവിടെ ഒന്നും ഇന്ന ബുക്ക് എടുക്കണമെന്നോ ഇന്നത് ചെയ്യണമെന്നോ ഒന്നും ഞങ്ങൾ പറയില്ല. കാരണം ഇതെല്ലാം നിങ്ങളുടെ കംഫർട്ടാണ്. കാരണം ഞങ്ങൾക്ക് ഉറപ്പുണ്ട് നിങ്ങൾ ഏത് ബുക്ക് എടുത്താലും നമുക്ക് പറയുന്ന കോൺസെപ്റ്റിന് മാറ്റമൊന്നുമില്ല, സിലബസിന് മാറ്റമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വരുന്ന ക്വസ്റ്റ്യൻ്റെ ആ ഒരു ഫ്രെയിമിങ്ങിനുള്ള മാറ്റമേ ഉള്ളൂ, കോൺസെപ്റ്റിനൊന്നും ഒരു മാറ്റവും വരാൻ പോണില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വീട്ടിലിരുന്ന് പ്രിപ്പയർ ചെയ്യുമ്പോഴും പരീക്ഷയുടെ തലേ ദിവസം നിങ്ങൾ ഇനി ഞാൻ എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുന്ന ദിവസത്തിൽ ഒരു 2-3 ക്വസ്റ്റ്യൻ പേപ്പർ, ഓൾ യൂണിറ്റ് വരുന്ന 2-3 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ചെയ്ത് നോക്കണം. അതിന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈബ്രറിയിൽ വർഷങ്ങളായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പാറ്റേൺ എടുത്ത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് നീറ്റ് എന്താണെന്ന് മനസ്സിലാകും. ഇതുവരെ നിങ്ങൾ എഴുതിയ യൂണിറ്റ് മോഡൽ അല്ലെങ്കിൽ കോമ്പിനേഷൻ മോഡൽ, അതിനപ്പുറം എല്ലാ യൂണിറ്റുകളും വരുമ്പോൾ ഓരോ യൂണിറ്റിനും എത്ര പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്, ആ യൂണിറ്റുകളിൽ തന്നെ വരുന്ന ഓരോ ചാപ്റ്ററിൻ്റെയും വെയിറ്റേജ് എത്ര, അതിൽ വരുന്ന കോൺസെപ്റ്റുകൾക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്, ഇതൊക്കെ നമുക്ക് അറിയാൻ അങ്ങനെയുള്ള പ്രാക്ടീസുകൾ സഹായിക്കും. ഇനി നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ നന്നായിട്ട് നിങ്ങൾ എഴുതി കഴിഞ്ഞു. അപ്പോൾ നിങ്ങളുടെ മാർക്ക് നമ്മുടെ പരീക്ഷ കഴിയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണോ അനലൈസ് ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങൾ വീട്ടിലിരുന്നാണ് ഇത് പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിലും നിങ്ങൾ സെൽഫായിട്ട് അനലൈസ് ചെയ്യണം. ചെയ്തിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, അയ്യോ ഒരു കോൺസെപ്റ്റ് ഞാൻ വിട്ടുപോയി അല്ലെങ്കിൽ മറന്നുപോയി, അതുമാത്രം നിങ്ങളൊന്ന് വായിക്കുകയോ. ഇപ്പോൾ ബയോളജിയുടെയൊക്കെ കേസിൽ ഏറ്റവും അടുത്ത് ഞാൻ പറയുന്നുണ്ട്, പല കുട്ടികൾക്കും ബയോളജി ഒക്കെ എന്ത് വന്നാലും എനിക്കൊന്ന് വായിച്ചേ പറ്റൂ പരീക്ഷയ്ക്ക്, ഞാൻ 1,00,000 ക്വസ്റ്റ്യൻ ചെയ്താലും എനിക്ക് വായിക്കണം എന്ന് നിർബന്ധം പിടിക്കുന്ന അല്ലെങ്കിൽ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയുള്ള ആൾക്കാരുണ്ട്. അവരുടെ കോൺഫിഡൻസ് ഒട്ടും കളയാതിരിക്കാൻ ഞാൻ ഏറ്റവും എളുപ്പമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം, നമ്മുടെ ലേണിംഗ് ആപ്പിൽ നമ്മൾ ഓഡിയോ ബുക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇരുന്ന് വായിക്കുന്നതിനേക്കാളും ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ള ഒരു 2x ഇട്ട് നിങ്ങൾ കേൾക്കുവാണെങ്കിൽ നിങ്ങൾ എവിടെ ഇരിക്കുമ്പോഴും നിങ്ങൾക്കത് കേൾക്കാം. നിങ്ങൾ ഈവൻ ടോയ്ലറ്റിലായിരിക്കുമ്പോഴും അല്ലെങ്കിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾ നടന്ന് ഹോസ്റ്റലിലേക്ക് വരുന്ന വഴിയിലും എല്ലാം നിങ്ങളുടെ കയ്യിൽ എന്തായാലും ആ ടാബ് ഉണ്ടാവും. ഒരു ഹാൻഡ് ഫ്രീയും കൂടെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾക്കത് എപ്പോഴും കേട്ടുകൊണ്ടിരിക്കാം. സോ ഞാൻ മറന്നു പോകുമോ, ഇത് ഞാൻ വായിച്ചില്ലെങ്കിൽ വിട്ടുപോകുമോ എന്നുള്ള കൺഫ്യൂഷൻ ബയോളജിയിൽ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ ഫിസിക്സിനും കെമിസ്ട്രിക്കും നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഷോർട്ട് നോട്ട്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോമുല ബുക്കോ അതൊക്കെ മറിച്ച് നോക്കാനുള്ള സമയം മാത്രമാണ് ഈ ഇൻ ബിറ്റ്വീൻ കിട്ടുന്ന 2 ദിവസം. അവിടെയും നിങ്ങൾ മാക്സിമം ആ 2 ദിവസം കൊണ്ട് എത്രത്തോളം ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്തു നോക്കുന്നു എന്നുള്ളതിലാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്. അതും നിങ്ങളുടെ പരീക്ഷയുടെ ആംബിയൻസ് എങ്ങനെയാണോ അതുപോലൊരു ആംബിയൻസ് സെറ്റ് ചെയ്ത് കൃത്യം ടൈമിൽ തന്നെ ചെയ്ത് തീർത്തതിന് ശേഷം ഓരോ ക്വസ്റ്റ്യനെയും കൃത്യമായി അനലൈസ് ചെയ്ത് എന്താണ് എൻ്റെ എറർ, എങ്ങനെയാണ് വീണ്ടും എനിക്ക് തെറ്റിപ്പോയത് എന്ന് മനസ്സിലാക്കി വീണ്ടും അത് ചെയ്യുക. തീർച്ചയായിട്ടും. കാരണം നമുക്ക് ഫുൾ മോഡലുകൾ വരുമ്പം ഈ പറഞ്ഞതുപോലെ തന്നെ 2-3 ദിവസത്തെ ഗ്യാപ്പുകളെ കിട്ടുകയുള്ളൂ. അങ്ങനെയാണ് നമ്മൾ മെയ് 4-ാം തീയതിയും കടന്ന് മെയ് 5 എത്തുന്നത്. കൃത്യമായിട്ട് മോഡൽ എക്സാമുകളിലൂടെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ അതിനിടയ്ക്കുള്ള സമയത്തും ടീച്ചർ പറഞ്ഞ പോലെ ഫുൾ മോഡലുകൾ, ഫുൾ യൂണിറ്റിൻ്റെ പരീക്ഷകൾ നമ്മൾ മാക്സിമം എഴുതിക്കൊണ്ട് പോകുമ്പോൾ നമുക്ക് മെയ് 5-ാം തീയതി മറ്റൊരു എക്സാമാണ് എഴുതുന്നുള്ളൊരു ഫീൽ ഉണ്ടാവില്ല. ഒരു ടോപ്പിക്കിനും ഇമ്പോർട്ടൻസ് കുറഞ്ഞും കൂടുകയും പോവില്ല. ഒരു സബ്ജക്റ്റിനും നമുക്ക് കൺസിഡർ ചെയ്യാതെയും പോവുകയില്ല.
ഇനിയും നമ്മൾ ചാപ്റ്ററുമായിട്ടോ NCERTയുടെ ചില പേജുകളോ ചില ചാപ്റ്ററുകൾക്കൊക്കെ ഫോക്കസ് ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ ബാലൻസിങ്ങിൽ അത് സംഭവിക്കാം. അതുകൊണ്ട് സ്റ്റിക്ക് ഓൺ ആയി പോകും. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ചാപ്റ്ററുകളുടെ പഠിത്തം എത്രത്തോളം അവസാനിപ്പിച്ചിട്ട് ഇനി അതിലുണ്ടെങ്കിൽ അതിൽ 1 മണിക്കൂറൊക്കെ എടുത്ത് നോക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അത് മാത്രം ചെയ്യരുത്. തീർച്ചയായിട്ടും ഫുൾ മോഡലുകൾ എത്രത്തോളം നിങ്ങൾക്ക് സ്പീഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഒരു ദിവസം ചെയ്യേണ്ട കണ്ടൻറ്റുകളുടെ സ്പീഡ് കൂട്ടണം, കൂടുതൽ വർക്കുകൾ ഉൾക്കൊള്ളിക്കണം. പേജ് വായിക്കുന്നതും ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നതും നിങ്ങൾ പറഞ്ഞ പോലെ ലെക്ചർ നോട്ട് നോക്കുന്നതും എന്താണോ നിങ്ങൾ നോർമൽ നിങ്ങളുടെ ഒരു സ്പീഡ് അതിനേക്കാളും 0.1 0.2 സെക്കൻഡ് സ്പീഡ് കൂട്ടി ചെയ്യാനായിട്ട് കൂടുതലും ഇനിയുള്ള സമയങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി രണ്ടാമതായിട്ട് നമുക്ക് ചോദിക്കേണ്ടത്, നമ്മൾ കൃത്യമായൊരു പാറ്റേണിലൂടെ വന്നു, ഇനി വിഷ്വൽ ഇമ്പാക്റ്റ്, അതായത് നമ്മുടെ കണ്ണുകളിൽ പതിയുന്ന ദൃശ്യങ്ങളുടെ അളവുകളാണ് ഇനി കൂട്ടണമെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ എല്ലാവരും പറയുന്നത്. കാരണം NCERTയുടെ പേജുകളുടെ ഓരോ പടങ്ങളുടെ, ഗ്രാഫുകളുടെ, ഫോർമുലകളുടെ അങ്ങനെയുള്ള വിഷ്വലൈസേഷൻ ഇമ്പാക്റ്റാണ് ഈ വരുന്ന 40 ദിവസങ്ങൾ നമുക്ക് ഏറ്റവും കൂടുതൽ വരേണ്ടത്. അതായത് പഠിക്കുന്ന രീതിയുടെ മറ്റൊരു അവലംബമാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിൻ്റെ കണ്ടന്റ് എത്രത്തോളം കൂട്ടുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. എങ്ങനെ നമുക്കത് ഇനി തുടങ്ങുമ്പോൾ സർ ഈ പറഞ്ഞ പോലെ ബയോളജിക്ക് ആണെങ്കിൽ ഇവർ അകത്തെ കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ അതിന് തൊട്ട് മുന്നിലുള്ള കാര്യം സമ്മറി ഒന്ന് വായിച്ച് നോക്കാൻ എടുക്കാം. ഏതെങ്കിലും ഒരു സയൻറ്റിസ്റ്റ് ചില യൂണിറ്റ് ഒക്കെ പറയുമ്പോൾ ഒരു സയൻറ്റിസ്റ്റ് കോൺട്രിബ്യൂഷൻ പറയുന്നുണ്ട്, അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് ഓർത്ത് വയ്ക്കാം. പിന്നെ NCERTയുടെ പുറകിൽ തന്നെ വരുന്ന ക്വസ്റ്റ്യനുകൾ, അത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനുകൾ അല്ല എങ്കിൽ പോലും ആ ക്വസ്റ്റ്യനുകളിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നുകൂടെ വായിച്ച് നോക്കാം. അപ്പോൾ ചുരുക്കത്തിൽ ഓൾ ടുഗെദർ നിങ്ങൾ എല്ലാ ചാപ്റ്ററിലൂടെയും എല്ലാ സബ്ജക്റ്റിലൂടെയും എല്ലാ ടോപ്പിക്കിലൂടെയും ഒരു പ്രാവശ്യമെങ്കിലും കടന്നു പോകണം. ഒരു സ്ഥലത്ത് സ്റ്റിക്ക് ഓൺ ചെയ്ത് ഞാൻ ഫിസിക്സിൽ വീക്കാണ് എന്നാൽ പിന്നെ ഇനി ഈ 3 ദിവസം ഞാൻ ഫിസിക്സ് മാത്രം പഠിച്ചുകൊണ്ടിരിക്കാം, അല്ലെങ്കിൽ കെമിസ്ട്രി എൻ്റെ സ്ട്രോങ് സബ്ജക്റ്റാണ് അപ്പോൾ ഞാൻ കെമിസ്ട്രി നന്നായിട്ട് പഠിച്ച് അതിന് മാത്രം സ്കോർ ചെയ്യാം, അങ്ങനെ വിചാരിക്കേണ്ട. കാരണം എക്സാമിന് ഇതിനെല്ലാം ഒരേ പ്രയോറിറ്റിയാണ്, ഒരേ ഇമ്പോർട്ടൻസ് ആണ്. എന്നാലും ചാപ്റ്റർ ഇമ്പോർട്ടൻസ്, ചാപ്റ്റർ വെയിറ്റേജ് ഒക്കെ ഡിഫറൻസ് ഉണ്ട്. എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് ഇപ്പോൾ ഡിഫിക്കൽറ്റി ഉണ്ടെന്ന് നിങ്ങൾ കരുതുന്ന, നിങ്ങൾ അങ്ങനെ വിചാരിച്ചു പോകുന്ന ചാപ്റ്റേഴ്സിനോ കോണ്ടന്റിനോ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നിങ്ങൾ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കേണ്ട കാര്യമില്ല. പിന്നെ സാർ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഈ ഒരു സമയത്താണ് പലരും ഈ അഡീഷണൽ ടോപ്പിക്കിനെ കുറിച്ച് കൂടുതൽ വറി ചെയ്യുന്നത്. ഇപ്പോൾ പ്രാക്ടിക്കൽ ഫിസിക്സ് ആയാലും അല്ലെങ്കിൽ പ്രാക്ടിക്കൽ കെമിസ്ട്രി ആയാലും മോർഫോളജി പോലുള്ള കാര്യങ്ങളിൽ 9 ഫാമിലീസ് എന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് ഇപ്പോൾ ഇവരുടെ മനസ്സിൽ ഇനി ഇതൊന്നും നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് പോരെയോ. കാരണം വെറും ഒരു കാര്യമുണ്ട്, അത് ഈ വർഷം മാത്രമേ അവർ കണ്ടിട്ടുള്ളൂ, കഴിഞ്ഞ വർഷം വരെ നമ്മളിത് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ വർഷം നമ്മൾ ചെയ്ത ആ ലിമിറ്റഡ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൊണ്ട് തികയുമോ, എന്തൊക്കെയാണ് ചോദിക്കുന്നത്, അങ്ങനെ കുറച്ച് വറീസ് എനിക്ക് തോന്നുന്നു ഈ അടുത്ത സമയത്ത് ഈ അഡീഷണൽ ടോപ്പിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കൂടുതലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അവിടെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്യാൻ, നോർമലി നമ്മൾ കമ്പയർ ചെയ്യാറില്ല എങ്കിൽ പോലും കമ്പയർ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ JEE പരീക്ഷയുമായിട്ടാണ്. അതിൽ നിങ്ങൾക്ക് തന്നെ അറിയാം, നമുക്ക് ആ പ്രാക്ടിക്കൽ ഫിസിക്സിൽ നിന്നും പ്രാക്ടിക്കൽ കെമിസ്ട്രിയിൽ നിന്നും നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ഒന്നും വന്നിട്ടില്ല എന്നുള്ളത് അന്ന് പരീക്ഷ കഴിഞ്ഞതിന് ശേഷം 10 സെറ്റ് ക്വസ്റ്റ്യനിലും നമുക്ക് ആ ലെവലിലുള്ള തന്നെ നിങ്ങൾ വന്നിട്ടുള്ളൂ. അപ്പൊ അതിനപ്പുറം ഭയങ്കര ഡീപ്പർ ലെവലിലേക്ക് പോയി നിങ്ങൾ ചെയ്തതും പഠിച്ചതും ഒക്കെ മറന്നുപോയി അല്ലെങ്കിൽ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യുക അങ്ങനെയുള്ള ക്വസ്റ്റൻസ് ഒന്നും ഫിസിക്സിലും കെമിസ്ട്രിയിലും വന്നിട്ടില്ല തന്നെ. അപ്പോൾ അത് JEEൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നീറ്റിൽ എന്തായാലും അതിനേക്കാളും കുറച്ചൊരു ലെവൽ താഴെ നിൽക്കുള്ളൂ. അപ്പൊ നിങ്ങൾ അതിനെക്കുറിച്ച് ഓവർ കോൺഷ്യസ് ആയിട്ട് നിങ്ങൾ വറി ചെയ്ത് അയ്യോ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും എന്ന് പേടിച്ച് അതിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്ത് എനിക്ക് തോന്നുന്നു ഈ അടുത്തിടയ്ക്ക് എന്നെ സമീപിച്ച കുറച്ച് ആൾക്കാരുടെ വിഷമം അത് മാത്രമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും അത്യാവശ്യം നിങ്ങൾക്ക് അഡീഷണൽ പോയിന്റ്സ് തന്നിട്ടുണ്ട്, അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും തന്നിട്ടുണ്ട്, അത് തന്നെ ധാരാളം മതി. അതിനപ്പുറം എനിക്ക് അതിൽ നിന്ന് കുറേ സാധനങ്ങൾ വേണം എന്നൊരു ചിന്ത പോലും ചിലപ്പോൾ നിങ്ങളുടെ ഒരു വെപ്രാളം കൊണ്ടാകാം. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. കാരണം NTA തന്നെ നടത്തുന്ന ഒരു പരീക്ഷ നമുക്ക് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചുവട് പിടിച്ച് അതിൻ്റെ ഒരു വെളിച്ചത്തിലാണ് നമ്മൾ നീറ്റിനെയും നോക്കിക്കാണുന്നത്. അപ്പോൾ JEEക്ക് അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നീറ്റിന് അതിനപ്പുറം അത്രയും ഡീപ്പായിട്ട് പോയിട്ടൊന്നും വരില്ല. അത്യാവശ്യം കാര്യങ്ങളെല്ലാം തന്നെ വീഡിയോസിലൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്ത് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ അതിനപ്പുറം നിങ്ങൾ അതിനെക്കുറിച്ച് ഓവർ കൺസേൺഡ് ആവണ്ട. തീർച്ചയായിട്ടും. കാരണം നമുക്കിപ്പം പുതിയൊരു പുസ്തകം നമ്മളെടുത്ത് പഠിക്കുന്നു. അപ്പോൾ ചിലരെങ്കിലും പറയും ഇന്ന കുട്ടിക്ക് ഇത്ര മാർക്ക് കിട്ടിയത് ആ കുട്ടി ഇന്ന ബുക്കാണ് കൂടുതൽ റെഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്ന ചാപ്റ്ററിന് ഫോക്കസ് ചെയ്ത് കൊടുക്കുന്നത്, അല്ലെ അദ്ദേഹം പഠിക്കുന്ന രീതി ഇന്നതാണ്, ഉറക്കെ വായിച്ച് പഠിക്കുകയാണ് അല്ലെ ചെയ്ത് പഠിക്കുകയാണ്, അപ്പം അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും ആ മാർക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇത്രയും നാളും സഞ്ചരിക്കാത്തൊരു വഴിയിലൂടെ ഇനി സഞ്ചരിക്കാൻ ശ്രമിക്കുകയും ചെയ്യരുത്. നമുക്ക് പുതിയൊരു ബുക്ക് എടുത്ത് ഇനി പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഭയങ്കരമായിട്ട് മാർക്ക് കൂടി അങ്ങനെയൊന്നും നമ്മൾ
ചെയ്ത് നോക്കരുത് ദയവായിട്ട്. എടുത്താലും നമുക്ക് NTA പറഞ്ഞിരിക്കുന്ന ഒരു പ്രിസ്ക്രൈബ്ഡ് സിലബസ് ഉണ്ട്. ആ ഒരു NMC അപ്ഡേറ്റ് ചെയ്ത ആ സിലബസിനനുസരിച്ചാണ് നിങ്ങൾ ഇതുവരെ പഠിച്ചു വന്നത്. അതിനപ്പുറം നമ്മൾ അതിനെക്കുറിച്ച് വേവലാതിപ്പെടേണ്ട കാര്യമില്ല. പിന്നെ സാർ പറഞ്ഞ ഒരു വലിയ പോയിന്റാണ്, ഇപ്പോൾ ഈ അടുത്ത സമയത്ത് കുറേ പേര് ചോദിക്കുന്നുണ്ട്, എനിക്ക് രാവിലെ പഠിക്കുന്ന കുട്ടിയൊക്കെ മാർക്ക് കിട്ടുന്നത്, ഞാനൊരു നൈറ്റ് പേഴ്സൺ ആണ്, നൈറ്റ് പഠിച്ചാൽ കിട്ടത്തില്ല. ഇങ്ങനെയുള്ള ധാരണകളൊന്നും ഈ സമയത്ത് നിങ്ങൾ അതിനെ ഒന്നും മാറ്റാനോ അല്ലെങ്കിൽ ഈ ഒരു ടൈമോ ഒന്നും അല്ല. നിങ്ങൾ പഠിക്കുന്നത് നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ചാണ്. നിങ്ങളുടെ കംഫർട്ടാണ് നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ തരുന്നത്. അത് മറ്റൊരു കുട്ടി പകൽ നിങ്ങളുടെ ചിലപ്പോൾ റൂംമേറ്റ് തന്നെ, അയാൾ ചിലപ്പം ഏർലി മോർണിംഗ് ഒരു 2 മണിക്ക് എണീറ്റ് പഠിക്കാൻ പറ്റുന്ന ആളായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് രാത്രി 12 മണി വരെ ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന ആളായിരിക്കാം. സോ അവിടെ നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് മാത്രം നോക്കിയാൽ മതി. ഈ ഒരു സമയത്ത് നിന്ന് ഒരു കാര്യത്തിലും നിങ്ങൾ എന്താണോ, ഇപ്പോൾ വായിച്ച് പഠിക്കുന്ന ആളാണെങ്കിൽ പെട്ടെന്ന് പോയി എഴുതി പഠിക്കാനോ, അല്ലെങ്കിൽ എഴുതി പഠിക്കുന്ന ആളാണെങ്കിൽ പെട്ടെന്ന് പോയി വായിച്ച് പഠിക്കാനോ, ഈ സമയത്ത് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു മാറ്റത്തിനും തയ്യാറാകരുത്. നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കുക. നമ്മൾ ചെയ്യുന്ന വേയിൽ നമുക്കൊരു വിശ്വാസം നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ മറ്റൊരു വേ തേടി പോകുന്നത്. പക്ഷെ ആ ഒരു വേ തേടി പോകേണ്ട ആവശ്യം ഇപ്പോഴും നമുക്കില്ല. അല്ലായിരുന്നെങ്കിൽ നമ്മൾ ബിഗിനിങ് തൊട്ട് ആ വഴി മാറ്റണമായിരുന്നു. പക്ഷെ ഇതിപ്പോ നമ്മൾ മാറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ പോകുന്ന വേ നിങ്ങൾക്ക് കംഫർട്ടാണ്. അത് എപ്പോഴും മനസ്സിലാക്കിക്കോ. നമുക്ക് കംഫർട്ടബിൾ അല്ലാത്തൊരു വേയിലൂടെ നമ്മൾ സഞ്ചരിക്കില്ല. ഇനി നമുക്ക് അതിന് 40 ദിവസങ്ങളാണ് നമുക്ക് മുമ്പിലുള്ളത്. അപ്പം അവിടെ നമുക്കൊരു പുതിയ ഭാഗ്യപരീക്ഷണത്തിനോ അതിനുള്ള സമയം നിങ്ങൾ കണ്ടെത്തരുത്. നിങ്ങൾ കൃത്യമായിട്ടും എത്രത്തോളം പരീക്ഷകൾ, എത്രത്തോളം ഫുൾ മോഡലുകൾ ക്വസ്റ്റ്യനുകൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അത് ആവർത്തിച്ച് ചെയ്യാൻ, നിങ്ങൾ ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പർ വീണ്ടും ആവർത്തിച്ച് ചെയ്ത് അത് ബൈഹേർട്ടാക്കാനായിട്ട് എത്രത്തോളം നിങ്ങൾ ശ്രമിക്കുക. അപ്പം ഈ ജെയ്മേൻ്റെ 10 സെറ്റ് ക്വസ്റ്റ്യനുകളൊക്കെ നമുക്ക് ആധാരമാക്കി എടുക്കാം. കഴിഞ്ഞൊരു 4 വർഷത്തെയെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ 20, 21, 22, 23 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആധികാരികമായി എടുത്ത് അതിനെ വിലയിരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് നീറ്റിനെ ഒന്ന് കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മുടെ ആ പോളിഷ് ചെയ്ത് നിങ്ങൾക്ക് ആ പാഠ്യഭാഗങ്ങളൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ആ രീതിയിലായിരിക്കണം ഇനിയുള്ള 40 ദിവസങ്ങൾ നമ്മൾ നീറ്റിനായിട്ട് തയ്യാറെടുക്കാൻ. മറ്റൊരു കാര്യം എനിക്ക് രക്ഷകർത്താക്കളോടാണ് സൂചിപ്പിക്കാനുള്ളത്. ഈ സമയത്ത് തന്നെ നമ്മുടെ മാർക്കുകളെ അനലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് എവിടെ ആയിരിക്കാം അഡ്മിഷൻ എന്നൊക്കെ ചില ചോദ്യങ്ങളെങ്കിലും ചില ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. എയിംസിൽ കിട്ടണമെങ്കിൽ എത്ര മാർക്കാണ് വേണ്ടത്? ഇപ്പോൾ എൻ്റെ കുട്ടിക്ക് 500 മാർക്കേ ഉള്ളൂ, അപ്പോൾ ഏതാണ്ട് MBBS ഒന്നും കിട്ടുകയെന്ന് ഞങ്ങൾ ഉറപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ അവളെ ഇനി അഗ്രികൾച്ചറിനൊന്ന് ഫോക്കസ് ചെയ്ത് വിട്ടാലോ, അല്ലെങ്കിൽ നേഴ്സിംഗ് മേഖല എങ്ങനെയുണ്ട് സാറേ, അല്ലെങ്കിൽ എൻജിനീയറിംഗ് മേഖല അവൾക്ക് അത്ര താല്പര്യമില്ല, പക്ഷേ എന്നാലും എൻജിനീയറിങ്ങിന് വിട്ടോട്ടെ. ഇങ്ങനെയുള്ള പല ചർച്ചകളും നിങ്ങളുടെ ശരിയാണ്. കാരണം നമ്മുടെ കുട്ടിയെക്കുറിച്ചുള്ള അവളുടെ ആ കുട്ടിയുടെ ഭാവിയെക്കുറിച്ചുള്ള തീർച്ചയായിട്ടും നമ്മൾ ആകുലതപ്പെടണം, അതിന് നമ്മൾ കോൺഷ്യസും ആയിരിക്കണം. പക്ഷേ അതിൻ്റെ സമയം ഈ വരുന്ന 40 ദിവസമല്ല എന്നുള്ളതും, കാരണം ഇനി നമുക്ക് മുമ്പിൽ മെയ് 5-ന് ശേഷം 3 മാസക്കാലത്തോളം നമുക്ക് എല്ലാ മേഖലകളിലുമുള്ള പരീക്ഷകളെക്കുറിച്ചും അതിൻ്റെ സാധ്യതകളെക്കുറിച്ചും ഒക്കെ നമുക്ക് ചർച്ച ചെയ്യാനുള്ള സമയങ്ങളുണ്ട്. ഈ 40 ദിവസം ദയവായിട്ട് മറ്റുള്ളവരായിട്ട് കമ്പയറിങ് ചെയ്യുക. നിങ്ങളുടെ സാധ്യതകൾ എന്നതാണെന്ന് ദയവായിട്ട് ചർച്ച ചെയ്യാതിരിക്കുക, അല്ലേ? അത് ഈ പറഞ്ഞ സാറ് പറഞ്ഞ വലിയൊരു കാര്യമാണ്. കാരണം പല കുട്ടികളും നമ്മുടെ അടുത്ത് സംസാരിക്കാൻ വരുമ്പോൾ പറയുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, മിസ്സേ എനിക്കിത് കിട്ടിയില്ലെങ്കിൽ എന്നെ ഇന്ന കോഴ്സിന് വിടും, അതെനിക്ക് ഇഷ്ടമില്ല. ഞാൻ ചോദിച്ചു അതെങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരി പറഞ്ഞത്, പാരൻസ് പറഞ്ഞു ഇതല്ലെങ്കിൽ മറ്റത് നീ ചെയ്തേ, NRI സീറ്റിനൊക്കെ നോക്കുന്നുണ്ട് സാറേ, അവർക്കൊന്നും കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങൾ നഴ്സിങ്ങിന് വിടും, ഞങ്ങൾ പുറത്ത് വിടും, ജർമ്മനിയിൽ വിട്ട് നഴ്സിംഗ് പഠിപ്പിക്കും, അല്ലെങ്കിൽ അമേരിക്കയിൽ വിട്ട് ഇന്ന കോഴ്സ് പഠിപ്പിക്കും, ഞങ്ങൾ അഗ്രികൾച്ചറിന് വിടും. ഇതൊക്കെ നമ്മുടെ ആകുലതകളാണ്. ആസ് എ പാരന്റ് നമുക്ക് നമ്മുടെ മനസ്സിൽ നമ്മുടെ കുഞ്ഞ് ഏറ്റവും നല്ല രീതിയിൽ എത്തണം എന്നൊരു ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം ഓവർ ആകുമ്പോൾ നമ്മളത് അറിയാതെ ഇവരോടാണ് അത് എക്സ്പ്രസ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഈ ഒരു ദിവസങ്ങളിൽ, ഈ ഒരു 40 ദിവസങ്ങളിൽ നിങ്ങൾ പ്ലാൻ ചെയ്തോളൂ. പക്ഷെ അത് അച്ഛനും അമ്മയും അല്ലെങ്കിൽ ആ കുടുംബത്തിലുള്ള ആൾക്കാരും മാത്രം അറിഞ്ഞാൽ മതി. കുഞ്ഞിനോട് അത് പറയാതിരിക്കുക. പിന്നെ അതിനുശേഷം പരീക്ഷ കഴിഞ്ഞിട്ട് കുഞ്ഞുമായിട്ടൊരു ഹെൽത്തി ഡിസ്കഷൻ വെച്ചതിന് ശേഷം കുഞ്ഞിന് എന്താണോ ആഗ്രഹം അതിനനുസരിച്ച് നമുക്ക് പിന്നീട് ചെയ്യാം. ഇപ്പം നമ്മൾ നമുക്ക് ചിലപ്പം ഒരു ആപ്ലിക്കേഷൻ അയക്കേണ്ട ഡേറ്റ് ഇതിൻ്റെ ഇടയിൽ വന്നു പോകുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളത് ചെയ്തോളൂ. പക്ഷേ ചെയ്യുമ്പോഴും മോനെ കുഴപ്പമില്ല, സാരമില്ല, നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിടാം എന്നതിനപ്പുറം നിനക്ക് എന്തായാലും നീറ്റ് കിട്ടൂല, അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് അപ്ലൈ ചെയ്യുന്നത് എന്നൊരു വാക്ക് ആ കുഞ്ഞിനോട് പറയരുത്. കാരണം കുഞ്ഞ് ചിലപ്പോൾ ഇങ്ങനെയുള്ള മറ്റു കാര്യങ്ങളിലൊന്നും ഒരു ആഗ്രഹവും ഇല്ലാത്തൊരു കുട്ടിയായിരിക്കാം. എനിക്ക് MBBS തന്നെ വേണം, ഡോക്ടർ ആകണം, അത്രയും പാഷനേറ്റ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞ് ചിലപ്പോൾ ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് ഇച്ചിരി കുറയുന്ന ഒരു സമയത്തായിരിക്കും നമ്മുടെ ഈ ഒരു ഡയലോഗ് കുഞ്ഞിലേക്ക് എത്തുന്നത്. അതേ തുടർന്ന് പിന്നെ ഒരു പരീക്ഷയ്ക്കും മുന്നേറാൻ പറ്റാത്ത ഒത്തിരി കുട്ടികൾ താഴോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയും കുട്ടികളോട് സംസാരിക്കുമ്പോൾ
അഭിപ്രായം അല്ലെങ്കിൽ അവരുടെ ഓരോ വിഷമങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, നമ്മുടെ ആകുലത കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞിനെ ഏറ്റവും നല്ല രീതിയിൽ എത്തിക്കാനുള്ള നമ്മുടെ ആ ഒരു എന്താ പറയുക ആ ഒരു വെപ്രാളം കാരണം നമ്മൾ കാട്ടിക്കൂട്ടുന്ന പല കാര്യങ്ങളും അത് കുഞ്ഞുങ്ങളിൽ ഭയങ്കര നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് ഇതിൻ്റെ ഇടയിൽ തന്നെ ആപ്ലിക്കേഷൻ അയക്കണം, നിങ്ങൾ അയച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അയക്കുമ്പോഴും കുഞ്ഞിനോട് അത് കൺവേ ചെയ്യുന്നത് മോനെ കുഴപ്പമില്ല, സാരമില്ല, ചുമ്മാ അയച്ചെന്നേ ഉള്ളൂ, നീ എന്തായാലും ഒന്ന് അയച്ചിടും. കാരണം ഇത് നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി തന്നെയാണ്. ആ സബ്ജക്റ്റുകൾ നമ്മൾ എത്രത്തോളം നന്നായി പഠിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് പല രീതിയിൽ നമുക്ക് പല സാധ്യതകൾ പരിശോധിക്കാം എന്നുള്ളതിനപ്പുറത്ത് നിനക്ക് മാത്രം എന്താണ് മാർക്ക് കിട്ടാത്തത്, മറ്റു തീരെ ലോ ആണ്, അപ്പൊ നിനക്കത് കിട്ടില്ല, അതുകൊണ്ടാണ് നിന്നെ അവിടേക്ക് വിടാൻ പോകുന്നത് എന്നുള്ള രീതിയിലുള്ള തീർച്ചയായിട്ടും ഞങ്ങള് ബ്രില്യൻറ്റിലെ ഏതാണ്ട് 45,000-ഓളം കുട്ടികളെ ഇത്ര കാലമധികം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഞങ്ങൾ ഓവർ എക്സ്പേർട്ടുകളൊന്നുമല്ല എങ്കിൽ പോലും അവരുടെ മുഖങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് വായിച്ചെടുക്കാൻ പറ്റും. പല കുട്ടികളും നേരിട്ട് വന്ന് നമ്മളോടങ്ങ് കരയുകയാണ്. അപ്പം ചിലപ്പോൾ ഈ പറയുന്ന പോലെ അമ്മയെക്കാളും അല്ലെങ്കിൽ അച്ഛനേക്കാളും കംഫർട്ട് ഞങ്ങൾ ആയതുകൊണ്ടല്ല, മറിച്ച് അവർ എന്താ ഇങ്ങനെ ചെയ്യുന്ന മിസ്സേ, ഞങ്ങൾ ഇനി എന്ത് ചെയ്യും, എനിക്ക് അവിടെ പോകേണ്ടി വരുമോ, ഇവിടെ പോകേണ്ടി വരുമോ, ഞാൻ അഗ്രികൾച്ചറിന് പോകേണ്ടി വരുമോ, ഞാൻ അതിന് പോകേണ്ടി വരുമോ, ഇങ്ങനെയുള്ള ഒരു പേടി കുഞ്ഞിൻ്റെ മനസ്സിൽ ഇപ്പം നമ്മൾ മുളയിട്ട് കൊടുക്കണ്ട. കാരണം നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും മെയ് 5-ന് ശേഷം നമുക്ക് തീരുമാനിക്കാം. സമയമുണ്ട്, സാധ്യതകളുണ്ട്. അപ്പൊ അത് കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരു സമയം നമ്മൾ എടുക്കാം. അത് പരീക്ഷയൊക്കെ കഴിഞ്ഞ് കുഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് എത്തുമ്പോൾ ഏറ്റവും സമാധാനപരമായിട്ട് കുഞ്ഞിന്റെ ആഗ്രഹങ്ങളും നോക്കി നമുക്ക് ഏറ്റവും വീട്ടിനകത്ത് തന്നെ ഇരുന്ന് നമുക്ക് സന്തോഷപരമായിട്ട് ഏറ്റവും സമാധാനപരമായിട്ട് ഒരു ചർച്ചയിലൂടെ കുഞ്ഞിനും ഒരു തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടാവും. ആ മിത്തുകളൊക്കെ തിരുത്തിക്കൊണ്ട് നമുക്ക് അവനെ മാറ്റാൻ പറ്റും. പക്ഷെ അതിന് പകരം നമ്മൾ ഒരു വേർഡായിട്ട് ഇപ്പോഴും മിക്കവാറും ഫോൺ കോളിലൂടെയൊക്കെയാണ് മാർക്ക് കുറയുമ്പോൾ അത് എത്തുന്നത്. അത് കുഞ്ഞിനെ വല്ലാതെ ഹേർട്ട് ചെയ്യുന്നുണ്ട്. അത് ഒത്തിരി കുഞ്ഞുങ്ങളെ സാറ് പറഞ്ഞ പോലെ നമ്മളിങ്ങനെ നിരന്തരം ഡീൽ ചെയ്യുന്നവരായതുകൊണ്ട് അവരുടെ മുഖങ്ങളിൽ നിന്ന് അവരുടെ കണ്ണുകളിൽ നിന്ന് നമുക്കത് വായിച്ചെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം അവരെത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. തീർച്ചയാണ് 99% കുട്ടികളും ഏറ്റവും നന്നായിട്ട് കഠിനാധ്വാനം തന്നെ ചെയ്യുന്നുണ്ട്. നിരന്തരം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 1% ഞങ്ങൾക്ക് സങ്കടമുണ്ട്, കാരണം ഞങ്ങൾ പറയുന്ന രീതിയിലേക്ക് എത്തുന്നില്ലയോ അല്ലെങ്കിൽ അത്രയും ഫോക്കസ്ഡ് ആണോ എന്ന് സംശയമുണ്ട്. പക്ഷേ 99% കുട്ടികളും ഞങ്ങൾ പറയുന്ന അതേ പാറ്റേണിൽ അതേ മോഡൽ എക്സാമുകളിലൂടെ അതേ സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെ മുന്നേറുന്നുണ്ട്. അപ്പം മെയ് 5-ാം തീയതി നമുക്ക് മറ്റൊരു ഫലത്തിനെക്കുറിച്ച് നമ്മൾ ആശങ്കപ്പെടേണ്ടതായിട്ടില്ല. പക്ഷേ നമുക്ക് അവിടെ തിരിച്ചറിയാനുള്ള കുറേ കാര്യങ്ങൾ, എന്താണ് വേണ്ടതെന്ന് തിരഞ്ഞെടുക്കാനുള്ള കാര്യങ്ങൾക്കൊക്കെ ധാരാളം സാവകാശമുണ്ടെന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് നമ്മളിപ്പോൾ ഉദ്ദേശിച്ചത് എന്ന് പറയുകയാണ്. നമ്മളിപ്പോഴേ അസ്യൂം ചെയ്യണ്ട കുഞ്ഞിന് അത് കിട്ടുമോ കിട്ടില്ലേ എന്താകും. അത് നമ്മളൊരു പ്രീ അസംഷൻ കൊടുത്താൽ കുഞ്ഞും അത് അങ്ങനെയാണോ മിസ്സേ എനിക്ക് കിട്ടില്ല, ഈ മാർക്ക് വെച്ച് ഞാൻ അങ്ങനെ ആയി പോകുമോ. ചിലപ്പോൾ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആൾക്കാരാണ് പലപ്പോഴും ഇങ്ങനെ വന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കും അത് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടം. കാരണം ഒരു പക്ഷേ ആ ഒരു സബ്ജക്റ്റിൻ്റെ അന്നത്തെ ദിവസത്തിൻ്റെ ഒക്കെ ഒരു ഇത് വെച്ചിട്ടായിരിക്കാം ആ ഒരു മോഡൽ എക്സാമിന് ഇച്ചിരി മാർക്ക് കുറഞ്ഞത്. അപ്പോൾ അത് നമ്മൾ ഇപ്പോൾ തൽക്കാലം കാര്യമാക്കാതെ അവനെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന, സാറ് പറഞ്ഞ പോലെ 99% കുട്ടികളും ഉറക്കവും കളഞ്ഞ് അവർ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഇത് വേണമെന്ന ആഗ്രഹത്തോടെ അത്രയും കഷ്ടപ്പെട്ട് തന്നെ പഠിക്കുകയാണ്. പിന്നെ എന്തുകൊണ്ടാണ് അതിലൊരു വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ എല്ലാ കുട്ടികളും ഇതേ അവസ്ഥയിലാണ്. ഒരാൾ നന്നായിട്ട് പഠിച്ച ഒരാൾ മാറി നിൽക്കുകയല്ല, എല്ലാവരും ഒരുമിച്ച് അതേ അവസ്ഥയിലൂടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ഇച്ചിരി വേഗത്തിൽ ഓടുന്നു അല്ലെങ്കിൽ ഒരാൾ കുറച്ചായി പോകുന്നു. അത് ആപേക്ഷികമാണ്. അത് നമ്മൾ തികച്ചും അങ്ങനെ തന്നെ ആരോഗ്യകരമായിട്ട് തന്നെ എടുക്കുകയും ഓരോരുത്തർക്കും പറ്റി അവരവർക്ക് അഭിരുചിക്കനുസരിച്ച എല്ലാ പ്രോഗ്രാമുകളിലേക്കും നമുക്ക് നമ്മുടെ കുട്ടികളെ എത്തിക്കാനായിട്ട് സാധിക്കും. ഇന്നത്തെ ചുറ്റുപാടുകൾ, നമുക്ക് ഈ ലോകത്തിൽ ധാരാളം സാധ്യതകളാണ് ഇന്ന് നമുക്ക് മുമ്പിൽ തന്നിരിക്കുന്നത്. അതിനെ ഏറ്റവും നല്ലത് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാനായിട്ടുള്ള രീതിയിൽ നമുക്ക് ആ മെയ് മാസത്തിന് ശേഷം, മെയ് 5-ന് ശേഷം നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള സാവകാശവുമുണ്ട്. അതും ഒരു ഓർമ്മപ്പെടുത്തലാണ്. പിന്നെ ഇനി മോഡൽ എക്സാം എഴുതുമ്പോൾ നമ്മുടെ റാങ്കിങ്ങിലും മാറ്റങ്ങൾ വരാൻ പോവുകയാണ്. കാരണം ഇത്രയും നാൾ എഴുതിയിരുന്നത് പല ഗ്രൂപ്പുകളായിട്ട് പല സെക്ഷനുകളാണെങ്കിൽ ഇനി നമുക്ക് ഫുൾ മോഡലിലോട്ട് കടക്കുമ്പോൾ നമുക്ക് ഈ 2024 ഏതാണ്ട് നമുക്കറിയാം മലയാളികളിൽ ഏതാണ്ട് 85% റിസൾട്ടുകളാണ് നമുക്ക് കഴിഞ്ഞ വർഷം വരെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പം ഏകദേശം അതിനേക്കാളും 3-4% നമ്മൾ ഈ വർഷം കൂടുതലായിരിക്കും റിസൾട്ട് പ്രഖ്യാപിക്കുന്നത്. കാരണം റിസൾട്ട് വരാനായിട്ട് സാധ്യത, കാരണം അത്രയും നല്ല കുട്ടികളാണ് ഈ വർഷം നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം ആ രീതിയിൽ മുഴുവൻ കുട്ടികളെയും ഒരുമിപ്പിച്ച് ഉള്ള പരീക്ഷകളാണ് ഇനി നമുക്ക് വരാൻ പോകുന്നത്. അവിടെ നിങ്ങളുടെ റാങ്കിന് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകാം. ആ മാറ്റങ്ങൾ നിങ്ങളെ ഒരിക്കലും ബാധിക്കരുത്. തീർച്ചയായും. കാരണം നാളെ ഇതുവരെ നമ്മൾ ചിലപ്പോൾ 100-നകത്ത് നിന്നവരാണെങ്കിൽ ഇനി ചിലപ്പോൾ 150-നകത്തോട്ടോ 170-നകത്തോട്ടോ മാറും. പക്ഷെ അത് നമ്മളുടെ
ആ ഗ്രൂപ്പിന്റെ ഒരു ഗ്രൂപ്പിൽ നമ്മൾ എഴുതിയപ്പോൾ എന്താണോ ഉണ്ടായിരുന്നത് അതായിരിക്കില്ല ഒരുമിച്ച് എഴുതുമ്പോൾ. അപ്പം നിങ്ങളും അത് അങ്ങനെ തന്നെ മുന്നിൽ കണ്ട് പഠിക്കുമ്പോഴും പരീക്ഷ എഴുതുമ്പോഴും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എനിക്ക് അയ്യോ ഞാൻ ഇത്രയും താഴെ പോയോ അങ്ങനെയൊന്നും അല്ല വിചാരിക്കേണ്ടത്. ഞാൻ ഇവിടെയും നന്നായിട്ട് ചെയ്തു, അതിൽ ഞാൻ എത്ര എറർ വരുത്തി, എനിക്ക് ഇനിയും പഠിക്കാനുള്ള ഒരു അവസരമാണ് എന്ന് വേണം ഇനി വരുന്ന പരീക്ഷകളെ നിങ്ങൾ നോക്കിക്കാണേണ്ടത്. കാരണം ഈ പറഞ്ഞ പോലെ ഇതുവരെ നമ്മൾ ഓഡ് ബാച്ച്, ഈവൻ ബാച്ച് അങ്ങനെയൊക്കെ എഴുതിയതാണ്, ലോങ് ടേം, റെസിഡൻഷ്യൽ, ക്രാഷ് അങ്ങനെയൊക്കെ. ഇപ്പോൾ നമ്മളെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് എഴുതുകയാണ്. അപ്പോൾ അങ്ങനെ കമ്പൈൻ ചെയ്യുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും അത് ജസ്റ്റ് ഒന്ന് താഴെ പോകാൻ സാധ്യതയുണ്ട്, ചിലവർ മുകളിൽ കയറി വരാൻ സാധ്യതയുണ്ട്, ചിലവർ ഓക്കെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം സാധ്യതകളാണ്. ഇതൊരിക്കലും നിങ്ങളുടെ കഴിവില്ലായ്മയോ നിങ്ങൾ വർക്ക് ചെയ്യാത്തത് കൊണ്ടോ അല്ല, മറിച്ച് ആപേക്ഷികമായിട്ടുണ്ടാകുന്ന ചില കാരണങ്ങൾ കൊണ്ട് സംഭവിച്ചു പോകുന്നതാണെന്ന് നിങ്ങളും അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന രക്ഷിതാക്കളും മനസ്സിലാക്കണം. അപ്പം നമ്മൾ ഫുൾ മോഡലുകളോട്, അതായത് മുഴുവൻ ചാപ്റ്ററുകളുടെയും ക്വസ്റ്റ്യൻ പേപ്പർ ഉൾപ്പെടുന്ന മെയ് 5-ാം തീയതി വരാൻ സാധ്യതയുള്ള നീറ്റിൻ്റെ അതേ പാറ്റേണിൽ അതേ ടൈമിങ്ങിൽ ആണ് നമ്മൾ ഇനി മുമ്പോട്ട് പോകുന്നത്. മലയാളികളിൽ ഏതാണ്ട് നമുക്കറിയാം 2024 പ്രവേശനത്തിനൊക്കെ സാധ്യതയുള്ള മലയാളികളിലെ ഏറ്റവും ക്രീമായിട്ടുള്ള കുട്ടികൾ ഒരുമിച്ച് മത്സരിക്കുന്ന ഒരു വേളയിലേക്കാണ് ഇനിയുള്ള 40 ദിവസം നമ്മൾ കടന്നു പോകുന്നത്. ശരിക്കും ഇവിടെ മത്സരിച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഞാൻ ഇന്ത്യയിൽ തന്നെ എവിടെ ആയിരിക്കും എന്ന് ചിന്തിക്കാൻ അല്ലെങ്കിൽ അറിയാൻ പറ്റും. അതിനൊരു അവസരമായിട്ട് മാത്രമേ ഇനി വരുന്ന മോഡൽ എക്സാമുകൾ നിങ്ങൾ തീർച്ചയായിട്ടും നോക്കി കാണാവുള്ളൂ. കാരണം ആ കുട്ടികളെ തന്നെ ആരോഗ്യകരമായിട്ട് പരസ്പരം മനസ്സിലാക്കി ഏതെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നേറാനുള്ള മോഡൽ പരീക്ഷകളാണ് ഇനി വരുന്നത്. അത് മെയ് 5-ാം തീയതി അവർക്ക് ഏറ്റവും നല്ലൊരു റിസൾട്ട് പ്രാപ്തമാക്കി കൊടുക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് പെട്ടെന്ന് നിങ്ങൾ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികളോട് അറ്റൻഡ് ചെയ്യാനല്ലേ പോകുന്നത്. നിങ്ങൾ തുടങ്ങിയപ്പോഴേ ശരിക്കും ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികളുമായിട്ട് തന്നെയാണ്, നിങ്ങൾ എല്ലാവരും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു കൂട്ടം കുട്ടികളാണ്. അവരുമായിട്ട് നിങ്ങൾ മത്സരിച്ച് കയറി വരുമ്പോൾ അതിലും വീണ്ടും ഏറ്റവും ക്രീമായിട്ടുള്ള കുട്ടികളെ ഒരു ഒറ്റ ഗ്രൂപ്പായിട്ടാണ് ഇനി നമ്മൾ മുന്നേറുന്നുള്ള കാര്യവും പേരൻസ് മനസ്സിലാക്കുക. അപ്പം മെയ് 5-ാം തീയതി നമുക്ക് എത്തേണ്ടതിലേക്കുള്ള ഏറ്റവും 40 ദിവസത്തെ ഒരു സ്ട്രാറ്റജിയാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. ഇനി നമുക്ക് ഓരോ ദിവസത്തെയും കാര്യങ്ങളുമായിട്ട് നമ്മുടെ ലൈവ് സെക്ഷനുകൾ വരുന്നുണ്ട്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ കൊടുക്കുന്ന എക്സാമുകളും അതൊന്നും അല്ലാതെ നിങ്ങൾക്ക് അഡീഷണൽ മെറ്റീരിയലായിട്ടും ക്വസ്റ്റനുകളായിട്ടും ലൈവ് സെഷനുകളായിട്ടും പ്രിന്റഡ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ തയ്യാറാകുന്നുണ്ട്. നമ്മുടെ റൂമുകളിലിരുന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകളും OMRകളും തയ്യാറാകുന്നുണ്ട്. അപ്പം കൃത്യമായിട്ട് നമ്മളുടെ മാനേജ്മെൻറ്റ് സിസ്റ്റം അതിന് വേണ്ടിയിട്ടുള്ള ഈ 40 ദിവസത്തെ വർക്ക് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് ഓരോ ദിവസമായിട്ട് നമ്മുടെ കുട്ടികളിലേക്ക് എത്തുകയും ചെയ്യും. നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഇപ്പൊ ഈ പരീക്ഷ അടുത്ത് വരുമ്പോഴുണ്ടാകുന്ന ഒരു ടെൻഷൻ ഉണ്ട് ഇല്ലാന്ന് ഞങ്ങൾ പറയുന്നില്ല. അത് കൃത്യമായിട്ട് എല്ലാവരും പറയാറുണ്ട്, ഇനി 40 ദിവസം ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊരു ചോദ്യമുണ്ട്. ആ ഒരു ടെൻഷൻ കാരണം നിങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങളെ പുറകോട്ട് വലിക്കാൻ. നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ അമിതമായി നിങ്ങൾ കാണിക്കുന്ന ഉത്കണ്ഠ, അല്ലെങ്കിൽ നിങ്ങളുടെ അമിതമായ ചിന്ത, നിങ്ങളുടെ ടെൻഷൻ, അതല്ലാതെ മറ്റൊരു കാര്യവും നിങ്ങളെ പുറകോട്ട് വലിക്കാനില്ല. അപ്പം നിങ്ങൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കൂ. നിങ്ങൾക്ക് ആവശ്യത്തിലധികം ക്വസ്റ്റനുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യും. അപ്പോൾ അത് മാക്സിമം ഓരോ ദിവസവും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എത്രയാണ് ഞാൻ ചെയ്യേണ്ടത്, എത്ര കൂടുതൽ നിങ്ങൾ ചെയ്യുന്നു, ഒരു ക്വസ്റ്റ്യൻ കൂടുതൽ ചെയ്താൽ അതിനനുസരിച്ച് നിങ്ങൾ ഒരു പടി മുകളിലാണ് എന്ന് ആലോചിച്ച് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂട്ടിക്കൊണ്ടേ. തീർച്ചയായിട്ടും ഡെയിലി ചെയ്യേണ്ട കണ്ടന്റുകളുടെ എണ്ണം എത്രത്തോളം നിങ്ങൾക്ക് കൂട്ടാനായിട്ട് സാധിക്കുമോ, എത്രത്തോളം NCERTയുടെ പേജുകൾ നിങ്ങൾക്ക് മറിച്ച് നോക്കാനായിട്ട് സാധിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾ വിജയത്തിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു ബോധം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം എന്നുള്ള പ്രാർത്ഥനയും കൂടെ ഈ സമയത്തുണ്ട്. ഓക്കെ ടീച്ചർ, ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാമെന്ന് തോന്നുന്നു. കാരണം നമ്മൾ ഏറ്റവും സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥയും കൂടെ നമുക്ക് മുമ്പിലുണ്ട്. കാരണം നമ്മളുടെ കുട്ടികളുടെ ആരോഗ്യം, ഉറക്കം, ഭക്ഷണം, ഉച്ച കഴിഞ്ഞിട്ടുള്ള ഈ 3 മണിക്കൂർ 20 മിനിറ്റ് ഏറ്റവും ആരോഗ്യപരമായിട്ട് ഇരിക്കേണ്ട ഒരു അവസ്ഥ, എന്താണ് ഇവരുടെ ഫിസിക്കലായിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി ഇനി നോക്കേണ്ടത്? ഫിസിക്കൽ സ്റ്റെബിലിറ്റിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു സമയമാണത്. പ്രത്യേകിച്ചും ഈ പറയുന്ന പോലെ ക്ലൈമറ്റ് ഇച്ചിരി ഡ്രൈ ആണ്, ഭയങ്കര ചൂടുണ്ട്, പിന്നെ നൊയമ്പ് കാലമാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനോട് ചേർന്ന് വരുന്നുമുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും തന്നെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. നമ്മൾ എന്ത് പഠിച്ചാലും മെയ് 5-ന് നമുക്ക് അത് എഴുതി ഉറപ്പിക്കണം എങ്കിൽ ഡെഫിനറ്റായിട്ടും നമ്മൾ ആരോഗ്യവാന്മാരും ആരോഗ്യവതികളുമായിട്ടിരിക്കണം. അതിന് ഏറ്റവും നന്നായിട്ട് ഭക്ഷണം കഴിച്ച് വെള്ളം കുടിച്ചിരിക്കുക. പരീക്ഷയൊക്കെ അടുക്കുമ്പോൾ എന്തായാലും നമുക്കൊരു ടെൻഷനും വേവലാതിയൊക്കെ വരുമ്പോൾ വിശപ്പ് കുറയുന്നതായിട്ട് തോന്നും, വെള്ളം വേണ്ട എന്നൊക്കെ തോന്നും. പക്ഷേ ആ തോന്നലുകളൊന്നും തന്നെ അതിനെ ജസ്റ്റ് ഒരു തോന്നലായിട്ടേ നിങ്ങൾ എടുക്കാവൂ. അല്ലെങ്കിൽ എനിക്ക് ഭക്ഷണം വേണ്ട, അല്ലെങ്കിൽ വെള്ളം വേണ്ട എന്നൊന്നും കരുതണ്ട. ദാഹിച്ചിട്ട് കുടിക്കാം, വിശന്നിട്ട് കഴിക്കാം എന്ന് വിചാരിക്കേണ്ട.
നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇത് ചെയ്താലേ എനിക്ക് പഠിക്കാനുള്ള എനർജി കിട്ടൂ എന്ന് വിചാരിച്ച് നന്നായിട്ട് ആഹാരം കഴിക്കണം, അതുപോലെ തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കണം. ഇനി അടുത്തൊരു കാര്യം പറയാനുള്ളത് ഉറക്കം. നമുക്ക് പരീക്ഷയൊക്കെ അടുത്ത് വരുമ്പോഴാണ് നമ്മൾ പരീക്ഷണങ്ങൾ, അയ്യോ ആ കുട്ടി ഇത്ര മാർക്ക് വാങ്ങിച്ച കുട്ടി ഇത്രയും മണിക്കൂറേ ഉറങ്ങുന്നുള്ളൂ, എൻ്റെ ഉറക്ക സമയം ഒക്കെ പറയും. നമ്മൾ മുമ്പ് ടീച്ചർ പറഞ്ഞ പോലെ തന്നെയാണ്. കാരണം ഇനിയുള്ള 40 ദിവസം അഡീഷണലായിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്നുള്ളതാണ് എല്ലാവരുടെയും മുഖ്യമായ വിഷയം. അതിന് കൃത്യമായ ഉത്തരം ടീച്ചർ പറഞ്ഞു കഴിഞ്ഞു. അഡീഷണലായിട്ട് ചെയ്യുക അല്ല ചെയ്യേണ്ടത്. ഇനി പുതിയൊരു മെത്തേഡോ പുതിയൊരു പുസ്തകമോ പുതിയൊരു ക്വസ്റ്റ്യൻ പേപ്പറോ പ്രാക്ടീസ് ചെയ്യുകയോ അല്ല ചെയ്യേണ്ടത് എന്ന് കൃത്യമായി പറഞ്ഞു. അപ്പം അവിടെയാണ് നമുക്ക് ഉറക്കം കുറയാനുള്ള ഏറ്റവും പ്രധാന കാര്യം. അതെ, കാരണം നമുക്ക് 6 മണിക്കൂർ ഉറക്കം വേണം. 6 മണിക്കൂർ ഇല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം നമുക്ക് പറ്റത്തില്ല. അങ്ങനെയുള്ള ഒരാൾ പെട്ടെന്ന് അത് 5 മണിക്കൂറിലേക്കോ 4 മണിക്കൂറിലേക്കോ ചുരുക്കി കഴിഞ്ഞാൽ ഉള്ളതെല്ലാം കൂടി അപ്സെറ്റ് ആവും. പിന്നെ നമുക്ക് മെമ്മറൈസ് ചെയ്യാനോ എഴുതാനോ ഒക്കെ ബുദ്ധിമുട്ട് വരും. പരീക്ഷാ ഹാളിൽ നമുക്ക് ക്ഷീണം വരും, തലവേദന വരും, അങ്ങനെ അസോസിയേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരും. അപ്പം നിങ്ങൾക്ക് അത് അത്രയും വേണം. നിങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അങ്ങനെയാണ് ശീലിച്ചതെങ്കിൽ ഇനി നിങ്ങൾ ഉറക്കത്തിൻ്റെ സമയം ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പോകണ്ട. ഒറ്റ കാര്യം മാത്രം വിശ്വസിച്ചോ, യു ആർ പെർഫെക്റ്റ്. അത്രേ ഉള്ളൂ. അതെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഏറ്റവും ഹെൽത്തി ആയിട്ട് ഏറ്റവും കംഫർട്ടബിളായിട്ട് റിലാക്സ്ഡ് ആയിട്ടിരിക്കൂ. നമ്മൾ ഒരു എൻറ്റയർ ഫാമിലി തന്നെ നിങ്ങളുടെ കൂടെയുണ്ട്. താങ്ക് യു. ബൈ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.